ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2026 മാർച്ച് 3 ചൊവ്വാഴ്ച. അടുപ്പുവെട്ട് രാവിലെ 9:45. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പച്ചയായി പരിഹസിച്ച വ്യക്തിയാണ് മന്ത്രി വീണ ജോർജ്. ശിശുമരണ നിരക്കിനെ പറ്റി സഭയിൽ സംസാരിച്ച വേളയിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മന്ത്രി വീണ കളിയാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA ആയിട്ടിരുന്ന കാലത്ത് ആരോഗ്യവകുപ്പിനെ ഏറ്റവും അധികം വിമർശിച്ചാണ് സഭയിൽ കയ്യടി നേടിയത്. പലപ്പോഴും രാഹുലുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം പോലും വീണ ജോർജിനുണ്ടായി. നേരിട്ട് മുട്ടിയപ്പോഴെല്ലാം പലപ്പോഴും രാഹുലിന് മുന്നിൽ വീണു പോകേണ്ട അവസ്ഥ വീണ ജോർജിനും ഉണ്ടായി. എന്നാൽ വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ സമ്മേളിച്ചപ്പോൾ വീണ ജോർജിനെ പൂട്ടാൻ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി കോൺഗ്രസിൽ നിന്ന് പുറത്തായ രാഹുൽ സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുണ്ടായ ഗർഭചിത്ര വിവാദവും രാഹുലിനെ തളർത്തിയ ഘടകമാണ്. പിന്നാലെ സഭ സമ്മേളിച്ച വേദിയിൽ രാഹുലിനെ ട്രോളാൻ കിട്ടിയ അവസരം വീണ ജോർജ് ഭംഗിയായി ഉപയോഗിച്ചുവെന്ന് പറയാം. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ സംവിധാനം കേരളത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് വീണ ജോർജ് രാഹുലിനെ ട്രോളിയത്. ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, പകരം സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വീണ ജോർജ് സഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ ലക്ഷ്യം വെച്ചത് ആരെയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലായിരുന്നു. മന്ത്രിയുടെ പരാമർശത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഭരണപക്ഷം MLA-മാരും സഭയിൽ കാണാൻ സാധിച്ചു. മാസങ്ങൾക്കിപ്പുറം പരിക്ക് അഭിനയിച്ച് ആശുപത്രിയിൽ കിടന്ന വീണ ജോർജിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏറ്റവും ഒടുവിലായ ആശുപത്രിയിൽ നിന്ന് വീണ ജോർജ് എസ്കേപ്പ് ആയതിന് പിന്നാലെ കണക്കിന് കൊടുത്ത വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് സാധാരണക്കാർ പറയുന്ന എല്ലാ വീഴ്ചകളും ശരിവയ്ക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു. മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായ കഴുത്ത് ഒളുക്കിയ വീണ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. 5.5 മണിക്കൂറോളം മന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തിയ MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് വിശദമായി പരിശോധിച്ചിട്ടും സംഭവം എന്തോ വലിയ ഗുരുതരമാണ് എന്ന് മനസ്സിൽ ആയതല്ലാതെ പരിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഭേദമായതുമില്ല. 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഡിസ്ചാർജ് സമയത്തിന് മുൻപ് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നതും നാടകമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. മിന്നാരത്തിൽ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഉള്ള വീണ മന്ത്രിക്ക് കഴുത്തിലെ ഒരു ഗുരുതര പരിക്കുണ്ടായിട്ടും ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ റോഡിൽ കൂടി 400-ൽ അധികം കിലോമീറ്ററിൽ യാത്ര ചെയ്ത് കാറിൽ തന്നെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. സർക്കാർ ആശുപത്രിയിൽ പോയ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെയല്ല പൈസയുള്ളവർ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നുവെന്ന് പിണറായി വിജയനെയും ട്രോളി. നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണക്കിന് വിമർശിച്ചിരുന്നു. ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരിച്ചപ്പോഴും കൈയൊടിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയപ്പോഴും വയറ്റിൽ കത്രിക മറന്നു വെച്ച് തുന്നലിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവർക്കും ഇപ്പോൾ പൊള്ളുന്നത് വിജയസം കൊണ്ടാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോക്ഷം തോന്നിയ സാംസ്കാരിക അടിമകൾക്ക് ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച റീത്ത് കാണാൻ പറ്റാത്തതൊരു വല്ലാത്ത രാഷ്ട്രീയ തിമിരമാണ് എന്നും രാഹുൽ വിമർശിക്കുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി